ഇവിടെ സെൽഫി എടുക്കാനെത്തിയ CPM പഞ്ചായത്ത് അംഗത്തോട് പറ്റില്ലെന്ന് തുറന്നടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആതിര ഗ്രേസിനോടാണ് സെൽഫി ചിത്രം പറ്റില്ലെന്ന് പരസ്യമായി മുഖ്യമന്ത്രി പറഞ്ഞത്. പരാതി കെട്ടുകളും സ്വീകരിച്ചില്ല, പകരം പരാതി കൈപ്പറ്റിയത് ഒപ്പമുള്ള ഉദ്യോഗസ്ഥരാണ്. തലസ്ഥാനത്തെ അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് പഞ്ചായത്ത് അംഗം സെൽഫിക്ക് ശ്രമിച്ചത്. ഇവരുമായി പ്രശാന്ത് ശങ്കരമംഗലത്തിൽ ചേരുകയാണ്. പ്രശാന്ത്, സെൽഫി പഞ്ചായത്ത് അംഗം സെൽഫിക്ക് ശ്രമിച്ചപ്പോഴാണ് പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഒപ്പം ആ പരാതി സ്വീകരിക്കാൻ പോലും മുഖ്യമന്ത്രി തയ്യാറായില്ല അല്ലേ? കടക്കുപുറത്തു എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് എന്നും ഉള്ളതാണ്. അത് ഇന്നലെ മാത്രമല്ല, എല്ലായിടത്തും എപ്പോഴും ഒക്കെ ഇത് തന്നെയാണ്, കടക്കുപുറത്ത് സമീപനം തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇത്തവണ CPM തന്നെ അംഗം ആണ്, ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. ആ പഞ്ചായത്ത് അംഗത്തോടാണ് ഇത്തരത്തിൽ കടക്കുപുറത്ത് സമീപനം സ്വീകരിച്ചത്. ഇന്നലെ അമ്പൂരി കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നടക്കുമായിരുന്നു. ആ ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രി സംസാരിച്ച ശേഷം ഇറങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സെൽഫിക്ക് ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് വരികയും സെൽഫിക്ക് ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അവരോട് പറ്റില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് കടന്നു പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പരാതിക്കെട്ടുകൾ, നിരവധി പരാതികളുടെ ഒരു കെട്ടുകളുമായിട്ടാണ് മുഖ്യമന്ത്രി അടുത്തേക്ക് എത്തിയത്. അതും വാങ്ങിച്ചില്ല. അങ്ങനെ വാങ്ങിക്കാതെ നടന്നുപോയി. പിന്നീട് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന ഉദ്യോഗസ്ഥരാണ് അത് വന്ന് വാങ്ങുന്നൊരു അവസ്ഥ ഉണ്ടായത്. അതിനുശേഷം മുഖ്യമന്ത്രി കടന്നു പോകുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഈ സ്ഥലം ഈ കുമ്പിച്ചൽ കടവ് പാലത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന ഉദ്ഘാടനത്തിന് ശേഷം ആണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതും CPM തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് ഈ ആതിര ഗ്രേസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആതിര ഗ്രേസ്. അവിടെ വലിയ രീതിയിലൊരു മത്സരം നടന്നതിന് ശേഷമാണ് ആതിര ഗ്രേസ് വിജയിക്കുകയും CPM പഞ്ചായത്ത് അംഗമായിട്ട് വിജയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അവർ വരുമ്പോഴാണ് തന്നെയാണ് ഇത്തരത്തിൽ സമീപനം നടന്നത്. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഇപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങളുണ്ട്, ട്രോളുണ്ട്. ഇത് കടക്കുപുറത്ത് സമീപനം അല്ലെങ്കിൽ നോ സെൽഫിയോട് നോ, ഇത് ഇപ്പോഴൊന്നും അല്ല, എല്ലാ കാലത്തും ഒക്കെ ഉള്ളതാണ് എന്നടക്കമുള്ള തരത്തിൽ ചില ട്രോളുകളടക്കം വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എന്തായാലും ഇത്തവണ ഉണ്ടായത് CPM രംഗത്തോടാണ് മുഖ്യമന്ത്രിയുടെ കടക്കുപുറത്ത് സമീപനം ഉണ്ടായിരിക്കുന്നത്. അതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. ഓക്കെ പ്രശാന്ത്, എന്തായാലും പിണറായി വിജയനാണല്ലോ ആൾ, അപ്പൊ പിന്നെ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. മാധ്യമങ്ങളുടെ കടക്കുപുറത്ത് എന്ന് പറഞ്ഞ പിണറായി വിജയൻ സ്വന്തക്കാരോടും കടക്കുപുറത്ത് എന്ന് പറയുകയാണ്. ഒരു സഹജ മനോഭാവം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി. അത് തന്നെയാണ് ഒരു ധാർഷ്ട്യം ഉള്ള മനോഭാവം. പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തുണ്ടായിരുന്ന അതേ ശൈലിയൊക്കെ തന്നെയാണ് പുള്ളി മുഖ്യമന്ത്രി. അവിടെ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ അങ്ങനെയൊക്കെ ആകാം, കാരണം പാർട്ടിയുടെ സെക്രട്ടറിയാണ്. അണികളോട് ഒരു കുറച്ച് ദേഷ്യത്തോടെയും ധാർഷ്ട്യത്തോടെയും പെരുമാറാം. പക്ഷെ ഇത് മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കേണ്ട ആളാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത ആളാണ്. പക്ഷെ എന്നാലും ഞാനിപ്പോഴും പാർട്ടി നേതാവ് തന്നെയാണ്. ഒരു ധാർഷ്ട്യം തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോസ് ഒക്കെ വല്ലപ്പോഴെങ്കിലും പിണറായി വിജയൻ കാണുന്നത് നല്ലതാണ്. അദ്ദേഹം എങ്ങനെയാണ് പരീക്ഷാ പേ ചർച്ചയിൽ ജനങ്ങളോട്, അത് ഏത് രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരായാലും, അത് ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരായാലും, കുട്ടികളായാലും മുതിർന്നവരോടായാലും എങ്ങനെ പെരുമാറുന്നു എന്നത് അതൊരു മാതൃകയാണ്. മുഴുവൻ ജനങ്ങൾക്കും മാതൃകയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റശൈലി. ഓക്കെ, എന്തായാലും അങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ. സെൽഫി എടുക്കാൻ ചോദിച്ച ഒരു കൗൺസിലറെയൊക്കെ തള്ളി മാറ്റി പോകുന്നതാണ് പിണറായി വിജയന്റെ ശൈലി.